കേട്ടാ. നമ്മളെ കാര്യങ്ങളൂടെ നിങ്ങൾ കേക്ക്. എല്ലാണ്ട് അപ്പുറത്തുള്ള മാത്രം ഓല ഉണ്ടാന്നല്ലേ. അല്ല ഞാൻ പറയാം, അല്ല, എല്ലാം പറയാം. ഓലന്റെ കാര്യം ഓലന്റെ എന്താന്നറിയടാ. കാര്യം ഓലന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെരുന്നാൾക്ക് നാട്ടിൽ പോയിട്ട് ഇത് ഈ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൺ ഞാൻ അവിടെ യൂസ് ചെയ്ത ഫോണാണ്. ഇവനിക്ക് ഇപ്പോൾ എവിഡൻസ് ആയിട്ട് പറയുന്ന കേൾപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി എൻ്റെ കോൾ റെക്കോർഡുകളാണ്. ഞാൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ റെക്കോർഡാണ്. ഞാനോട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു ഡിക്ലറേഷൻ പറയാം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫുൾ വോയിസ് കേൾപ്പിക്കാൻ. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവിടെ ചോദിച്ചു ഇവൻ കാര്യം പറഞ്ഞു, ഇവനടുത്തൊരു 350 റുപ്യ ഞാൻ 3000 സംതിങ് റുപ്യ ഉണ്ടായിരുന്നു, ആ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷമീറിനോട് എന്തിനു ചോദിച്ചു, ഓലക്കെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നൈസായിട്ട് അങ്ങ് ആരാ ഇത് കട്ട് ചെയ്ത് അതിൻ്റെ ബേക്കിൽ ആരാന്നറിയില്ല, നീ അതിന് അത്രയും മാസം പറയുന്നത് ആയിക്കൂലേ, നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത്. എടാ ഞാൻ ഇന്നവർ ഈ സാധനം യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ എപ്പം എവിടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും. അതായത് എടാ എന്തിനാണ് വെറുതെ, ഞാൻ ഒരു മമ്മൂനോട് ഞാൻ പറഞ്ഞു, എടാ മമ്മു അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ, നമ്മളെ കാര്യങ്ങൾ അടിപൊളിയാക്കണ്ടേ, വീഡിയോസും റീലും കാര്യങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണ്ടേ, എന്തിനാടാ ഇതിനു വേണ്ടി പൈസ കൊടുത്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഭാഗം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത്. പിന്നെ ഞാൻ യൂസ് ചെയ്തെന്നുള്ള രീതിയിൽ നീ ഇത് കാണുന്നുണ്ടടാ, നിനക്കെന്നെ അറിയാം ഞാൻ അവിടുന്ന് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ്, എന്തിനാടെ പച്ചക്കുള്ള ആൾക്കാരുടെ മുമ്പ് പോയി പറയുന്നത്. ഞാൻ എന്താ ഇന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ മേത്ത് ടെസ്റ്റ് ചെയ്തോ, ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത പബ്ലിക്കലി ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ അവസാനമായിട്ട് എടുത്തൊരു ഫോണുണ്ട്, ഐഫോൺ. എൻ്റെ മാക്ബുക്കും ക്യാമറയും വിറ്റിട്ട് പിന്നെ ഈ സിനിമൻ്റെ കിട്ടിയ പൈസയും കൂടി കൂട്ടിയിട്ട് എടുത്തൊരു ഫോണാണ്. ഈ ഫോൺ ഞാനങ്ങ് തരും, എന്തെങ്കിലും പിടിക്കപ്പെട്ടെങ്കിൽ. എൻ്റെ നിയാദിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു വർഷത്തെ ഇല്ലെങ്കിൽ ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കുക. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ടീമിനോട് മുടി വേണോ ഉമിനീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയിക്കോ. കാരണം എന്താണ്ട് ഇത്ര ഇതിൽ പറയുന്നവരടാ, എടാ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നീ അതിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എടാ നീ എന്തിനാടാ വെറുതെ കള്ളത്തിലെ ആൾക്കാരുടെ മുമ്പിൽ പറയുന്നത്? എടാ ഒറ്റ കാര്യം പറയാനുള്ളൂ, നീ അത് ഇന്നലെ ആട് പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ഉണ്ടെങ്കിലും ഓനേക്ക് അയക്ക്. ഇതാ എനിക്കയക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഇന്നലെ വിളിച്ച് 3 മണിക്ക് കറിയാണ്. ആരെങ്കിലും പൈസ തരും, വീടിൻ്റെ ആധാരം ഞാൻ പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരിക്കൽ എത്ര പൈസ വേണ്ട ഞാൻ ആ പൈസ തരും. 5 പൈസ കൈമല്ല. പക്ഷെ പറയുന്ന കാരണം എന്താ അറിയാം, നമ്മൾ മാത്രം അങ്ങനെ ഉമ്മണ്ടാ. അത് എന്തെങ്കിലും കഞ്ചാവ് വലിച്ചിന് പോലും, ഞാൻ കഞ്ചാവ് വലിച്ചിന് അടി ഉണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി നീ പറയുന്നത്. ഞാൻ ഇത്ര റോങ് ആയിട്ട് എനിക്കറിയാം, കുറച്ച് സാധാപത്തോടു കൂടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാരെ കണ്ണിൽ ഇതാക്കാൻ പറ്റുമെന്ന്. നീ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ജാസ് ഇന്നേവരെ ഇതേപോലെ നിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല. നീ വളാഞ്ചേരിയിൽ നിന്ന് ആ റാംബോനെ കൊണ്ട് എൻ്റെ കഴുത്തിന് ഇവിടെ മുറിയായിട്ട് നീ എന്താ എന്നോട് പറഞ്ഞത്? കാണിച്ചടാ. നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? കേരളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുക്കും, എൻ്റെ അടുത്ത് എവിഡൻസ് പ്രൂഫ് ഉണ്ട് എന്നല്ലടാ. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റൂടാ. രമേശ് ചെന്നിത്തല സാറെ ഞാൻ പറയുന്നു, ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷന് പോയ സമയത്ത് ഈ ഡാഷ് അവിടുന്ന് ഒരു സാധനം, അതായത് ഒരു കൊമള, ഒരു എന്താ എനിക്ക് അതിന്റെ പേര് ലാബിലൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു കൊമള, അതിൽ ആസിഡ് ഒഴിച്ചിരുന്നോ സാധനം, ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആ കൊമളയെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേറ്റം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് മെഴുകുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞടാ, നേരത്തെ കാണിച്ചില്ലേ ബലൻസിയാഗിന്റെ ഷൂ ഇട്ടിട്ട് ഓൻ ജേഡിനെ കുപ്പും വിളിച്ചിട്ട് നല്ല കല്ലടിച്ചിട്ട് കിറങ്ങിയിട്ട് ഒരു ഡാൻസ് കളിക്കുന്ന ഷമീർ കാണിച്ചെന്തിനാ? കുറച്ചൊന്ന് ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓൻ ആ സാധനം കൂടി ഒന്ന് കാണിക്കാനോടാ, ഓനെ മാത്രം ഒന്ന് വീഡിയോ എടുത്ത് പോയുള്ളൂ. പിന്നെ ദുബായിൽ ഒരാള് മെസ്സേജ് ആണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഒന്നെടുക്ക് മക്കളെ, നമ്മളെ എന്റെ പ്ലേസ് TVM ആണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഇന്നലെയും കൂടെ തൊപ്പിയുടെ ഫോർച്യൂണർ കണ്ടതാ. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ഞാൻ ഓട്ടോ കഴിഞ്ഞ് വരുമ്പോ കണ്ടാൽ ഞാൻ വേണം പിക്ക് അയച്ചു തരാം. വണ്ടി TVM കണ്ണേറ്റിമുക്ക് എന്ന് പറയുന്ന പ്ലേസിൽ തന്നെയാണ്, അതായത് റാംബോന്റെ കയ്യിൽ. പിന്നെ എന്തിനാടാ ഇന്നലത്തെ ലൈവിലടക്കം നീ ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് നമ്മളൊക്കെ ചെറുതാടാ, കൂടെ ചോദിക്കുന്നുണ്ട്. വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതെല്ലാം നിനക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്നിട്ടെന്തിനാടാ നിന്നെ എങ്ങനെയാടാ മാനിപ്പുലേഷൻ ചെയ്യാ? എന്റെ കേസ് നിങ്ങളൊന്നും മനസ്സിലാക്കടാ. അതായത് ഈ നിയാദ് എന്ന് പറയുന്ന 1 മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലും വർഷങ്ങളായിട്ട് സ്ട്രീം ചെയ്തതും ചോര ഇപ്പം രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾ, ചെറിയ കുട്ടികളടക്കം ഇവന്റെ വീഡിയോ കണ്ടിട്ട് വൈതെറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം, ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷന് പോയിട്ട് അവിടുന്ന് CCTV ഫൂട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്നറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി. ഗതികോടുണ്ട്, വെറുതെ മേടിച്ച് കൊടുക്കാൻ നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു, അതിന് ഫൂട്ടേജ് കിട്ടിയില്ല. എടാ
നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ എൻ്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എൻ്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ അവൾക്ക് വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എൻ്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എൻ്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ് ഞാൻ ഡയറക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞത് സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് ആദ്യം പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. അത് എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് അവൻ എന്താണ് പറഞ്ഞത്? ജാസിക്ക് പ്രൊമോഷൻ. ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എടാ ഞാൻ അത് പറയുന്നില്ല. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. എന്റെ ഫീലിംഗ്സ് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ. കാരണം എന്താ അറിയാ, 5-6 മാസം ഞാൻ നിങ്ങൾക്ക് ചിരിക്കൂടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ടില്ലടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കൊരു ഉറുപ്പ്യ സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായിന്. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്? രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിൽ ഫുഡ്. ഇതിൻ്റെ ഇടയിൽ ഓൻ്റെ എന്തെങ്കിലും അലക്കാൻ കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ പറയണം. ആ സമയത്ത് എൻ്റെ ജാസി എന്നുള്ളൊരു ക്യാരക്ടറിലുണ്ടായിന്. മീശൽ ഇത്ര മേടിച്ചിട്ട് ഇവൻ പറഞ്ഞ അങ്ങനെ ചെയ്താലേ ഇത് അടിപൊളിയാവുന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തടാ. കഷ്ടപ്പെട്ട് ഇതെല്ലാം ഞാൻ ചെയ്ത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രൊമോഷൻ വന്നിട്ടാ. എനിക്ക് ആകെ വന്ന പ്രൊമോഷൻസ് എത്രയാടാ? നിങ്ങൾ എൻ്റെ പേജിൽ കയറി നോക്കി. ഇതെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റൂലടാ. പിന്നെ എന്തിനാടാ ഓൻ്റെ പാത്രം കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങൾക്ക് അറിയാലടാ ഓൻ പറയുന്നു. ഓൻ അത്ര നല്ലോനാണോ? എൻ്റെ പേജ് കയറി നോക്കി. ഞാൻ മൊത്തത്തിൽ ഒരു 12-13 പ്രൊമോഷനെ ചെയ്ത. ഒന്ന് അരിച്ചോക്കടാ. 12 കൂടി അരിക്കണം. അതായത് ഒരു വർഷത്തേക്കൊന്ന് അരിച്ചോക്കടാ. അപ്പം നിങ്ങൾക്ക് തിരിയും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു മാസം എൻ്റെ വീട്ടിലേക്ക് ഒരു മാസം കൊടുക്കണം 12,000 രൂപ കുറിക്ക് മാത്രം. ഓരോ കാറ്റിനോട്ടിട്ട് നമ്മളൊന്നും വലിയ റിച്ചോ പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല. എടാ എന്തിനാടാ ഞാൻ 2-3 പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ചെയ്തില്ല. ഇന്ന് എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നേരത്തെ ഷമീറിൻ്റെ ഒരു വോയിസ് കേട്ടല്ലോ, പോയി അലക്കടാ അതാക്കട ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം ഇവൻ ബാൻ തരും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ. ഇല്ല സ്പിൻ വീലിൻ്റെ ആ ബെയറിങ് ശരി. ഇവൻ പച്ചക്കള്ള എന്തിനാ പറഞ്ഞ ആ സ്പിൻ വീല് ശരിയാക്കിയ നീയാതെ ഞാനാണടാ. സ്പിൻ വീല് ശരിയാക്കി. എന്തിനാടാ കള്ളത്തരം പറയുന്നത്? ഉളുപ്പില്ലാത്തവൻ. അത് എവിടെ കറങ്ങണം എവിടെ നിൽക്കണം എന്ന് നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തില്ലടാ. ഈ ഷമീർ ഷഡിട്ട് തുള്ളാൻ ഞാനല്ലടാ സെറ്റ് ചെയ്തത്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാടാ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ സ്ക്രിപ്റ്റും എത്രത്തോളം നിനക്ക് ചാക്കിട്ട് വാരി നിനക്ക് ഇതാക്കാൻ പറ്റൂടാ. നീ എത്ര പൈസ വേണമെങ്കിലും ഇറക്കിക്കോ. നീ നോയിക്കോടാ. നിന്റെ വൺ ഡേ എന്ന് പറയുന്ന ആ സാധനം, നിന്റെ വൺ ഡേ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇതിൽ എനിക്ക് ഹെയ്റ്റ് തന്നാലും വേണ്ടില്ല എന്ത് തന്നാലും വേണ്ടില്ല, നിന്റെ വൺ ഡേ എന്നുള്ള സാധനം ഉണ്ടേ. ഫുണ്ടേ ഇത് ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീയോടാ. നീ വയറ്റുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് എത്ര പൈസ കൊടുത്ത് നീ സെറ്റിൽ ചെയ്ത് ഇന്ന് പുറത്ത് വരണ്ട. ഞാൻ അവർക്ക് ബാൽക്കണി ഇരിക്കുമ്പോൾ കേട്ടതാ. 50,000 രൂപ ഓള് ചോദിച്ചിട്ട് റാംബോ ഡീൽ ചെയ്തത്. നീ ഒരിക്കലും ഭർത്താനം പറ്റില്ല. 50,000 രൂപ അയച്ചു കൊടുത്തത്. അത് കേൾക്കുന്ന ഇവന് വയറ്റിലുണ്ടാക്കി കൊടുത്ത എല്ലാ ആൾക്കാരും ദയവ് ചെയ്തിട്ട് ഓൻ്റെ അടുത്ത് എന്തായാലും പൈസ കിട്ടിയല്ലോ, ഇനി വേണമെന്നിട്ട് നമ്മളും തരാം. ഓൻ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ പ്രൂഫും ഓൻ അബോഷൻ ചെയ്തു എല്ലാ കാര്യങ്ങളും ഒന്ന് വന്നിട്ട് ദയവ് ചെയ്തിട്ട് പറ. ഓൻ്റെ ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പൈസ ഞാൻ തരാം. എൻ്റെ വീടിൻ്റെ ആധാരം വിറ്റ് ഞാൻ തരാം. എനിക്ക് വേണേൽ തരും. കാരണം എനിക്ക് നാളെ ഇവിടെ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ടാ ഓൾറെഡി ഉള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. എടാ ദയവ് ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാളും വിശ്വസിക്കലടാ. 6 മാസം എന്നിട്ട് ഒരു ഉറുപ്പിക്ക് തന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ ജാസിക്ക് പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ എത്ര പ്രൊമോഷൻ ചെയ്ത് എൻ്റെ പേജിൽ കയറി ഒക്കെ അങ്ങ് കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ ഓരോ മാസം എത്ര പൈസ ഒരു അരിക്കണം വെച്ച് നോക്കിയാൽ തന്നെ ഒരു മാസം 10,000 രൂപയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ബാക്കി എവിടെയെങ്കിൽ പോയിക്കുക ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താലും വേറെ ചെറിയ പൈസ പരിപാടി കാര്യങ്ങളെല്ലാം കിട്ടും. എടാ എന്നിട്ട് എന്തിനാണ് നിന്നെ ഭീഷണി നിന്റെ നേരെ നോക്കിയിട്ടൊന്നും സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആൾക്കാരല്ല നമ്മൾ. നീ പറയുന്ന എല്ലാ കാര്യവും ഈ ഷമീറിന് കള്ള് കൊടുത്തിട്ട് നീ അവിടുന്ന് എന്തെല്ലാം ഡാൻസ് കളിപ്പിച്ച് നാളെ എന്തായാലും നീ ഒരു വീഡിയോ ഇടും. ഏത് വീഡിയോ ആയിരിക്കും എന്ന് അറിയാം. എൻ്റെ മനപ്പൂർവ്വം എനിക്ക് മനസ്സ് തോന്നുന്നു ഷമീറിന് നീ കള്ള് കൊടുത്തിട്ട് പറഞ്ഞത് എടാ ഡാൻസ് കളിക്കടാ. എന്നിട്ട് അത് കണ്ടിട്ട് നീ ഇങ്ങനെ ആക്കിയ കാര്യം. എന്നിട്ട് സ്റ്റെപ്പുമ്പോൾ കയറി പോകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നീ നാളെ ഇടും. ഇതെല്ലാം എനിക്കറിയാടാ. പക്ഷെ നിനക്ക് തെറ്റിപ്പോയ കാര്യം എൻ്റെ ഇതിലടാ. നീ എടാ വൺ ഡേ എന്ന് പറയുന്ന ഫുണ്ടേ നിനക്ക് തെറ്റിപ്പോയ ജാസിൻ്റെ ഇതിലാ. ഇനി നീ എന്നെ പറ്റി പറയുന്ന ഏറ്റവും എക്സ്ട്രീം കാര്യം എന്താണെന്നറിയടാ, ജാസി പ്രൊമോഷൻ ചെയ്ത ആൾക്കാരിന്ന് പറ്റിച്ച്. ഗൈസ് ഒരു കാര്യം മനസ്സിലായിക്കോ. എടാ പിന്നെ ബെറ്റിങ്ങിൻ്റെ ഏജൻസിൻ്റെ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിയാദ് 1.5 കോടി എത്ര പറഞ്ഞത് എന്തൊരു ബാറ്ററിയാ എന്തൊരു ബെറ്റിങ്ങിൻ്റെ ആളുണ്ട്. അതിൻ്റെ ഏജൻസിൻ്റെ ആൾക്കാർ ദയവ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വെളിപ്പെടുത്തി.